നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് ഷവർലെറ്റിൻ്റെ ഗിയർ നോബാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ കാണുന്നത് ഷവർലെറ്റ് തവേര നിയോ എന്ന് പറയുന്ന മോഡലിൻ്റെയാണ്. നിയോ SS എന്ന് പറയുന്ന മോഡലിൻ്റെ ഗിയർ നോബാണ്. ഇത് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഗിയർ നോബാണ്. നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, സ്ട്രോങ് ആയിട്ടുള്ള ഗിയർ നോബാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് മുന്നേ ഇരുന്നത് ഷവർലെറ്റ് തവേര നിയോ 3യുടെ ഗിയർ നോബാണ്. അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോർഷൻ, ഈ ചുറ്റിനുമുള്ള പോർഷൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ കഴിയുമ്പോൾ നിയോ 2 നിയോ 3 വാഹനങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഈ സൈഡ് പൊട്ടിപ്പോവും, അടർന്നടർന്ന് ഇളകിപ്പോവും. അതായത് ഇതിലിപ്പം വേറെ കുഴപ്പമില്ല. ഇത് നിയോയുടെ ഒറിജിനലാണ് വരുന്നത്. ഈ കാണുന്ന നിയോ 3യുടേത് ഈ കോർണർ ഭാഗം വരുന്ന ഭാഗങ്ങളെല്ലാം ഇളകി അങ്ങ് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പുതിയതിന് ഏകദേശം 600 രൂപ 700 രൂപയ്ക്ക് അടുപ്പിച്ച് പുതിയതിന് വിലയുണ്ട്. ഈ കാണുന്നത് നിയോ SS എന്ന് പറയുന്നത്, അതായത് 2004 മുതൽ 2008 വരെ ഇറങ്ങിയ മോഡൽ, 7, 8 പകുതി വരെ ഇറങ്ങിയ മോഡലിനെല്ലാം ഈ ഒരു ടൈപ്പാണ് വരുന്നത്, ഗിയർ നോബാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗിയർ നോബാണ് ഷവർലെറ്റ് തവേരയുടെ. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളിംഗ് ആണെന്ന് കാണിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് മുന്നേ ഈ പഴയ ഗിയർ നോബ് കംപ്ലൈൻറ്റ് വന്ന സമയത്ത് അതിനെ റീസ്റ്റോറേഷൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മുടെ ചാനലിലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുകൂടാതെ കാർഡിലും പിന്നെ എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തിരിക്കുക. അപ്പോൾ കാണാത്തവർക്കത് കാണാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയാണത് വയ്ക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ഗിയർ നോബ് അഴിച്ചെടുക്കാം. പഴയ ഗിയർ നോബിനെ അഴിച്ചെടുത്ത ശേഷം പുതിയത് നമുക്ക് സെറ്റ് ചെയ്യാം. പിരി ടൈപ്പാണ് വരുന്നത്. ഇത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം. ഇതുവരെയും യാതൊരു രീതിയിലുള്ള പ്രശ്നമോ പൊട്ടലോ ഡാമേജോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ കാണുന്ന പുറത്തെ ഭാഗം മാത്രം പെയിൻറ്റ് പോയിട്ടുണ്ട്, അതിൻ്റെ ഡിസൈനിങ് പോയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കയ്യിൽ മോതിരമിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആ മോതിരത്തിൻ്റെ ആ ഒരു ഭാഗം ഉരഞ്ഞിട്ടാണ് ഇത് ഇളകിപ്പോയത്. അത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അഴിച്ചിട്ട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിലിരുന്ന പഴയ ഗിയർ നോബ്. അപ്പോൾ ഇത് റീസ്റ്റോറേഷൻ ചെയ്യുന്ന വീഡിയോ എല്ലാം മുൻപ് ഇട്ടിട്ടുണ്ട്, ഒരു 1.5 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതുവരെയും ഒരു കുഴപ്പമില്ല, കംപ്ലൈൻറ്റും പൊട്ടലും ഒന്നും വന്നിട്ടില്ല. പിന്നെ അതാ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്, പിന്നെ ഈ മുകൾ വശവും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഡിസൈനാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഈ കാണുന്ന എയർ വെൻ്റ്, AC-യുടെ എയർ വെൻറ്റിൻ്റെ കളറും ഈ ഗിയർ നോബിൻ്റെ കളറും സെയിം ഒരേ രീതിയാണ്. ഐവറി ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. പഴയ നിയോ 2ൻ്റെ ആ ഒരു എയർ വെൻ്റാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഹനം നിയോ 3 ആണെങ്കിലും നിയോ 2ൻ്റെ എയർ വെൻ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ, അതുകൊണ്ടാണ് ഇതെടുത്ത് കാണിച്ചത്. നമുക്കിനി പുതിയ ഗിയർ നോബ് സെറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് പുതിയ ഗിയർ നോബ്. നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഗിയർ നോബ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പഴയ ടാറ്റ സുമോ, അതായത് 97 ടൈമിൽ ഇറങ്ങിയ, 97 തൊട്ട് 2000 വരെ ഇറങ്ങിയ മോഡലിലെല്ലാം ഏകദേശം ഈ ഗിയർ നോബിന് സമാനമായിട്ടുള്ള ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബിനും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട് ഈ ഗിയർ നോബ് കണ്ടിട്ട്. കറക്റ്റ് മാച്ചായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല.
ഇത് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓഫർ ഉണ്ടായിരുന്നു. 600 രൂപ ഇതിന് മാർക്കറ്റിൽ വിലയുണ്ട്. ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 299 രൂപയാണ്. ചിലപ്പോൾ ഓഫർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കിട്ടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ.